ഒരു കിടിലം ത്രില്ലർ ഷോർട്ട് ഫിലിമാണ് കേട്ടോ ഇത്. ആഫീസ് ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ്. അവന്റെ സുഖമില്ലാത്ത ഉമ്മ വിളിച്ചിട്ട് മോനെ നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ ഉമ്മയുടെ അടുത്ത് നിന്ന് മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യുന്ന എല്ലാ ടെൻഷനും ഉമ്മയ്ക്കുണ്ട്. ഉമ്മ എനിക്ക് മുൻപത്തെ പോലെ പേടിയൊന്നുമില്ല, എല്ലാ സഹായത്തിനും നസീർക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഉമ്മയെ സമാധാനിപ്പിച്ചു. ഉമ്മയോട് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ അടുത്ത സ്ഥലത്ത് ഡെലിവറിക്ക് പോയി. അടുത്തതൊരു ഫ്ലാറ്റിലാണ് പോയത്. എന്നാൽ അയാൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായല്ലോ എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു. നല്ല ട്രാഫിക് ആയിരുന്നു സർ, അതാണ് ലേറ്റ് ആയത്. പിന്നെ ഞാൻ ഇവിടെ പുതിയ ആളാണ്, ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി, സോറി സാർ എന്നൊക്കെ അവൻ പറഞ്ഞു. എന്നാൽ അയാൾക്ക് അവനോട് പിന്നെയും മോശമായി സംസാരിച്ചു. ശേഷം പേയ്മെന്റ് ചെയ്യാൻ സ്വൈപ്പിംഗ് മെഷീൻ അയാൾക്ക് കാണിച്ചു. അപ്പോൾ ഓഫീസിന് ഒരു കോൾ വന്നു. എന്നാൽ സംസാരത്തിനിടയിൽ അവൻ പിൻ നമ്പർ അടിക്കാൻ അയാളുടെ കയ്യിൽ സ്വൈപ്പിംഗ് മെഷീൻ കൊടുത്തിരുന്നു. ഫോൺ വച്ച ശേഷം അവൻ അതിന്റെ കാര്യം മറന്ന് തിരികെ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയി. അയാൾ അത് അവന് മനഃപൂർവ്വം കൊടുത്തതുമില്ല. എന്നാൽ താഴെ എത്തി അവൻ സ്വൈപ്പിംഗ് മെഷീന്റെ കാര്യം ഓർത്ത് തിരികെ പോകാൻ ഒരുങ്ങി. ലിഫ്റ്റിൽ അവൻ തൊട്ടു മുൻപ് ഫുഡ് ഡെലിവറി ചെയ്ത ആ ഫ്ലാറ്റിൽ തന്നെ ഡോക്ടറും ഉണ്ടായിരുന്നു. അവൻ നല്ല ടെൻഷനിലായിരുന്നു. ഒന്നാമതെ ഫുഡ് കുറച്ച് ലേറ്റ് ആയതിന് അയാൾ അവന് നല്ല ചീത്ത പറഞ്ഞതാണ്. ഇനി മറന്ന സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ അയാൾ എങ്ങനെ പെരുമാറുമെന്ന് അവന് ഊഹിക്കാവുന്നതേ ഉള്ളായിരുന്നു. ഡോക്ടർ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ടെൻഷനിൽ അവന് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഡോക്ടറും ആഫീസും ഒരു ഫ്ലോറിലാണ് ഇറങ്ങിയത്. അവൻ വെപ്രാളപ്പെട്ട് ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. ആഫീസ് അയാളോട് കാർഡ് മെഷീൻ തിരികെ തന്നിട്ടില്ലായിരുന്നു, ഫോൺ സംസാരിച്ചു നിന്നുകൊണ്ട് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ മറ്റേയാൾ അത് സമ്മതിച്ചു കൊടുത്തില്ല. ഇവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞ് അയാൾ ഡോർ അടയ്ക്കാൻ പോയപ്പോൾ അകത്തെ ടേബിളിന്റെ പുറത്ത് കാർഡ് മെഷീൻ ഇരിക്കുന്നത് ആഫീസ് കണ്ടു. അത് തന്നെ മെഷീൻ ആണെന്ന് ആഫീസ് പറഞ്ഞപ്പോൾ എങ്കിൽ നീ തന്നെ ഉള്ളിൽ കയറി എടുക്കാൻ അയാൾ ആഫീസിനോട് പറഞ്ഞു. അവൻ ഷൂ ഒക്കെ പുറത്തിട്ട് പന്തികേട് തോന്നിയെങ്കിലും വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഉള്ളിൽ കയറി എടുക്കാൻ പോയി. അവൻ കയറിയതും അയാൾ ഡോർ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു. അവന്റെ ടെൻഷൻ പിന്നെയും കൂടി. എനിക്ക് പോണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾ മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും അവന്റെ ഉമ്മ കോൾ ചെയ്തു. അയാൾ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഇതിലൊട്ടും ചാർജ് ഇല്ലല്ലോ, ചാർജിലിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവന്റെ ഫോൺ അയാൾ തന്നെ തൊട്ടടുത്തുള്ള പ്ലഗിൽ ചാർജിനിട്ടു. അയാൾ അവനെ മോശമായ രീതിയിലൊക്കെ പിടിച്ച് സോഫയിലിരുത്തി. അയാൾ അവന്റെ വിയർപ്പിന്റെ ഗന്ധം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആഫീസ് പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ഒരു ഗ്ലാസ്സിൽ മദ്യവും അവന് വെള്ളവും കൊടുത്തിട്ട് നീ എപ്പോഴെങ്കിലും സെക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴേ ആഫീസ് പേടിച്ച് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അയാൾക്ക് അവനുമായി ഗേ സെക്സ് ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ആഫീസ് കീ വാങ്ങി പോകാൻ നോക്കിയെങ്കിലും അയാൾ അവനെ ബലമായി കെട്ടിയിട്ടു. ഇതേ സമയം പുറത്ത് കോളിംഗ് ബെൽ കേട്ടു. ആഫീസ് ഒച്ച വെക്കാതെ ഇരിക്കാൻ അവനെ കിച്ചണിൽ കൊണ്ടുപോയി അയാൾ വായിൽ തുണി തിരികെ വെച്ചു. ഡോർ തുറന്നപ്പോൾ ഫ്ലാറ്റ് മാറി വന്നതായിരുന്നു. എന്നാൽ അവൾക്ക് അയാളുടെ പെരുമാറ്റത്തിൽ പന്തുകേട് തോന്നിയെങ്കിലും ഒന്നും മിണ്ടാതെ തിരികെ പോയി. ശേഷം അയാൾ കിച്ചണിൽ നിന്ന് അവനെ എടുത്ത് ഹാളിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവന്റെ ഉമ്മ പറഞ്ഞ കാര്യം അവൻ ഓർത്തത്. അവൻ തന്റെ സർവ്വ ആരോഗ്യവും എടുത്ത് അയാളെ ചവിട്ടിയെങ്കിലും ആഫീസിന്റെ കയ്യൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് അയാളുടെ മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആഫീസിനോട് അയാൾ ചിരിച്ചുകൊണ്ട് അയാളുടെ സ്റ്റോറി പറഞ്ഞു. അയാളുടെ കുട്ടിക്കാലം പള്ളിയിലച്ഛന്റെ കൂടെ ആയിരുന്നു. അവിടുന്ന് തുടങ്ങിയ സെക്ഷൽ അബ്യൂസ് ആയിരുന്നു അയാളെ ഇന്നിങ്ങനെ ആക്കി മാറ്റിയത്. ആദ്യമൊക്കെ ഇഷ്ടമില്ലായിരുന്ന അയാൾക്ക് പിന്നീട് അതിൽ ഹരം കണ്ടെത്തി. അതൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് അയാൾ അവന്റെ കാല് കിട്ടിയിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞു പോയി. അയാൾ തികച്ചും ഒരു സൈക്കോയെ പോലെയാണ് പെരുമാറിയത്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ആഫീസ് ഇഴഞ്ഞു പോയി ഫോൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് പറ്റിയില്ല. ഇതേ സമയം പുറത്ത് മുൻപ് കണ്ട ഡോക്ടർ പിന്നെയും ലിഫ്റ്റിന്റെ അവിടെ വന്നു. എവിടെയോ അർജന്റായിട്ട് പോകാൻ നിന്ന ഡോക്ടർ പുറത്ത് അവന്റെ ഷൂ കണ്ടെങ്കിലും അത് കാര്യമാക്കാതെ പോയി. ശേഷം അതൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന ഡോക്ടർ പിന്നെയും ആ ഷൂ പുറത്ത് കിടക്കുന്നത് കണ്ട് അയാളുടെ ഫ്ലാറ്റിൽ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ വാതിൽ തുറന്നത് ആഫീസ് ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇതിനിടയ്ക്ക് നടന്ന ഒരു അടിപൊളി സീനാണ് കേട്ടോ. അയാൾ കുളിക്കാൻ പോയ സമയത്ത് ആഫീസും അയാളും തമ്മിൽ മുൻപ് നടന്ന അടിപിടിയിൽ പൊട്ടിയ ഫിഷ് ബൗളിന്റെ ചില്ലെടുത്ത് കഷ്ടപ്പെട്ട് കയ്യിലെ കെട്ട് മുറിച്ചു മാറ്റി. ഇതേ സമയം കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്ന അയാൾ ആഫീസിന്റെ അടുത്ത് വന്നതും ബോധം ഇല്ലാത്തവനെ പോലെ കിടന്ന ആഫീസ് കയ്യിൽ ഒളിപ്പിച്ചു വെച്ച കുപ്പിയെടുത്ത് അയാളുടെ തല അടിച്ചു പൊട്ടിച്ചു. ബോധം പോയ അയാളുടെ പോക്കറ്റിൽ നിന്നും കീ എടുത്തതും കോളിംഗ് ബെൽ കേട്ടു. അത് നമ്മുടെ ഡോക്ടർ ആയിരുന്നു. കുറെ നേരമായിട്ട് നീ പോകാത്തത് കൊണ്ട് നോക്കാൻ വന്നതാണ്. ഈ ഫ്ലാറ്റിനെ പറ്റി നല്ല അഭിപ്രായമല്ല, നീ പോകാൻ നോക്ക് എന്ന് ഡോക്ടർ ആഫീസിനോട് പറഞ്ഞു. എന്നാൽ ആഫീസ് ഇല്ല ഡോക്ടർ, എനിക്ക് ഇയാളെ അറിയാം, കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ ആഫീസ് ഒഴിവാക്കി. ഡോക്ടർ പോയ ശേഷം ഡോർ അടച്ച് ആഫീസ് കിച്ചണിൽ വന്ന് കെട്ടിയിട്ടിരിക്കുന്ന അയാളോട് ചിരിച്ചുകൊണ്ട് ഡോക്ടർ ആയിരുന്നു, വഴിതെറ്റി വന്നതൊന്നുമില്ല, സംശയം കൊണ്ട് വന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്കിതൊക്കെ പതിവല്ലേ, എന്റെ കണക്ക് തീർക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ ആഫീസ് അയാളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു. ഇനി മേലിൽ അയാൾ ആരെയും ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വഴിയില്ല. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന മെസ്സേജാണ് ആഫ്റ്റർ മീ നമുക്ക് കാണിച്ചു തരുന്നത്.